എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റാപ്പായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിൻ ബോക്സ് ആയിട്ടും അതുപോലെ തന്നെ ഓഫീസിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ സ്പൈസി ആണ്. പിന്നെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മഷ്റൂം കറി ഒരുപാട് പേര് കണ്ടിട്ടില്ല. ക്രിസ്ത്യൻസിന്റെ ഇപ്പോൾ നോമ്പ് സമയമാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വെച്ചിട്ടാണ് ഞാൻ വെജിറ്റേറിയൻ ഡിഷസ് ഇടുന്നത്. അപ്പോൾ അതും കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ചിക്കൻ റാപ്പ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റാപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് ചിക്കനാണ്. ഇത് 1/2 കിലോ ചിക്കൻ, ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് ആണ്. നീളത്തിൽ നൈസ് ആക്കിയിട്ട് ഒട്ടും തന്നെ തിക്നെസ് ഇല്ലാതെ അരിയുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായി വാഷ് ചെയ്യുക. ഇത് ആദ്യം തന്നെ ഞാൻ കുറച്ച് നേരം തൈരിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തൈരിൽ ഒരു മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ കിട്ടുന്ന ചിക്കൻ അല്ലെങ്കിലും നല്ല സോഫ്റ്റ് ആണെങ്കിൽ പോലും നാട്ടിലൊക്കെ കിട്ടുന്ന ചിക്കൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഇതേപോലെ റെഡിയാക്കി അടുത്ത് വെക്കുക. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യേണ്ട കുറച്ച് മസാലപ്പൊടികളെല്ലാം ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കനിൽ പുരട്ടി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയൊരു പാത്രം എടുക്കുക. അതിലോട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് എരിവുള്ള മുളക് പൊടി. അത് 1 ടീസ്പൂൺ ആണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഞാനിപ്പോൾ പാപ്രിക്ക പൗഡറാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, 1/2 ടീസ്പൂൺ. കാശ്മീരി മുളക് പൊടി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് കേട്ടോ. കാശ്മീരി മുളക് പൊടി ആണെങ്കിലും 1/2 ടീസ്പൂൺ മതി. ഈ രണ്ടും ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയുടെ അളവ് ഒരു 1/4 ടീസ്പൂണും കൂടെ കൂട്ടിയിട്ട് കൊടുത്താൽ മതിയാകും. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അത് ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും സെയിം തന്നെ മതിയാകും. ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ആണ്. ഇത് രണ്ടും നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കാം. ഇപ്പൊ ശരിക്കും ഞാനിത് ആദ്യം തുടങ്ങിയത് ഫഹീത്തി ആയിട്ടാണ്. എന്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഫഹീത്ത. പക്ഷെ ഞാനത് കുറച്ചും കൂടെ നമ്മുടെ രീതിയിലോട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാറ്റിയപ്പോഴാണ് രണ്ടും കൂടി ഒരു മിക്സ്ഡ് വേർഷൻ ആണ്. അപ്പോൾ ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ഇടണമെന്ന് നിർബന്ധമില്ല. ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഫ്ലേവർ ആവും, പ്രത്യേക ടേസ്റ്റ് കൂടും. അപ്പൊ ഞാനിപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഫ്രഷ് വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് ചേർത്താലും മതിയാകും. ഗാർലിക് പൗഡറിന് പ്രത്യേക ഒരു ഫ്ലേവറാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓണിയൻ പൗഡർ ആണ്. എന്താ ഇതിന്റെ പറയുക, ഒരു അറബിക് പ്ലസ് ചൈനീസ് ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ സംഭവം വരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. ഓണിയൻ പൗഡർ, സവാള ഉണക്കി പൊടിച്ചതാണിത്, 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, അതായത് നല്ല ജീരകത്തിന്റെ പൊടി 1/4 ടീസ്പൂൺ മാത്രം മതി. അത് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഞാൻ പറഞ്ഞൊരു എല്ലാം കൂടിയിട്ടുള്ളൊരു മിക്സ് ആണ് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. ഒറിഗാനോ ഓപ്ഷനിലാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ ഉപ്പ്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇനി അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഈ ചിക്കനിലൊക്കെ എല്ലാ മസാലകളും ഇങ്ങനെ പിടിച്ചിരിക്കാൻ സഹായിക്കും. ഇപ്പം നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വാസനയും കളറുമാണ് നമ്മുടെ ഫഹീത്ത മിക്സിന്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൗഡറിന്റെ 1/4 ഭാഗം ഇട്ട് കൊടുക്കുക. ഒരു 1/4 ഭാഗം നമുക്ക് ആവശ്യമുണ്ട് പിന്നീട് ചേർക്കാൻ. ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മിനിമം 20 മിനിറ്റ് എങ്കിലും ഇതങ്ങ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇതിന്റെ എരിവ് എന്ന് പറയുന്നത് നമ്മൾ ഇനി അവസാനം ഇടാൻ പോകുന്ന പച്ചമുളകാണ് കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് ഒരുപാട് മുളകൊന്നും വേണ്ട ഈ മാരിനേഷനിൽ. ഓക്കെ, എല്ലാ ഭാഗത്തേക്കും മസാല എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് 20 മിനിറ്റ് വെക്കാം. ഇപ്പോൾ ഓവർനൈറ്റ് ഒക്കെ വെക്കാൻ പറ്റണമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. രാത്രി മാരിനേറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കണമെങ്കിൽ സൂപ്പർ ആയിരിക്കും ഇതിനേക്കാളും. പക്ഷെ സമയമില്ലാത്തവർക്ക് 20 മിനിറ്റ് എങ്കിലും മിനിമം വെക്കാൻ മറക്കരുത്. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് അല്ല, 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ ചിക്കൻ ടിക്ക ഞാൻ ചെയ്തിട്ടില്ല അതുപോലെ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 2 ബാച്ചായിട്ട് ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. 2 ബാച്ചായിട്ട് നമുക്ക് ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല. ശാലോ ഫ്രൈ പോലെ ഇതുപോലെ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ നീളത്തിൽ നമ്മൾ മുറിച്ച കാരണം പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ അടച്ചു വെക്കാം നമുക്ക് കേട്ടോ. മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യാൻ മറക്കരുത്.
ഞാനിതൊരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തു കേട്ടോ. ഈ ഒരു കളർ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. നന്നായി കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും കുക്കായിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. ഓവറായിട്ട് ഇങ്ങനെ നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങ് ഭയങ്കര കട്ടിയായി പോകും. ഇത് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് ഒന്ന് മാറി കിട്ടണം. അതിന് ഈ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്ട്രിപ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് കോരി മാറ്റുകയാണ് കേട്ടോ. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ഈ ചിക്കൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി വീണ്ടും ഇതിൽ തന്നെ നമുക്ക് അടുത്ത ബാച്ചും സെയിം പ്രൊസീജിയറിൽ കുക്ക് ചെയ്തെടുക്കാം. മൊത്തം ചിക്കനും ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു സവാള താല്പര്യമില്ലാത്തൊരു ഒഴിവാക്കാം കേട്ടോ. ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, ക്യാപ്സിക്കം 3 കളറ്. നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കം ഏതെങ്കിലും ഒരു കളർ ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. എൻ്റെ അടുത്ത് 3 കളറുള്ള കാരണം പകുതി ക്യാപ്സിക്കം വീതം, അതേ മൊത്തത്തിൽ 1.5 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 10 പച്ചമുളക്. ഇത് നമ്മൾ നേരത്തെ ബാക്കി വെച്ച മസാലയുടെ പൊടിയില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചിലൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ, അല്ലാണ്ട് ഓവറായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് നമുക്ക് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താവുന്നതേ ഉള്ളൂ കേട്ടോ. ആ സ്പൈസസ് ഒക്കെ നമ്മൾ ചേർത്തിരിക്കുന്നില്ലേ, അതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറട്ടെ, അതുവരെ വഴറ്റി കൊടുക്കുക. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമുക്ക് കുറച്ചുണ്ട് ഇതിൽ, എന്നാലും കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒഴിക്കുന്ന സോസിലും ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത്, ഉള്ളിലത്തെ ആ കുരുവും അല്ല പൾപ്പൊക്കെ മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ, ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ കഴിക്കാത്തവർക്ക് സെയിം റെസിപ്പി തന്നെ മഷ്റൂം വെച്ചിട്ടും അല്ലെങ്കിൽ പനീർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇത് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സോസസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ സോസ് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ടൈപ്പ് ടേസ്റ്റ് ആയിട്ട് മാറും. ഞാനിതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിക്കുകയാണ്. നമ്മൾ ഓൾറെഡി 10 മുളക് ഇട്ടിട്ടുള്ളതിന് അത്യാവശ്യം എരിവുണ്ട്, എന്നാലും 1 ടീസ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോയാ സോസാണ്. 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഓൾ പർപ്പസ് സോയാ സോസാണ് കേട്ടോ, ഡാർക്ക് ഒന്നുമല്ല ഞാൻ ഒഴിച്ചിരിക്കുന്നത്, സാധാരണ സോയാ സോസാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം, ഒരുപാട് കൂടണ്ട. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തീ കൂട്ടി വെക്കാം, ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം. കുക്ക് ചെയ്തിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് എന്തൊക്കെ കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചിക്കൻ ഇട്ട് കഴിഞ്ഞാലും ചിക്കനിലോട്ട് നന്നായിട്ട് ഇതെല്ലാം പിടിക്കണം. അപ്പോൾ അത്യാവശ്യം നേരം നമുക്കിത് വഴറ്റി കൊടുക്കണം. അപ്പം നല്ല എരിവുള്ള പച്ചമുളക് ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പച്ചമുളക് അനുസരിച്ച് അതിൻ്റെ എണ്ണ നിശ്ചയിക്കണം. നിങ്ങൾ ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. അടിപൊളി. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓഫ് ചെയ്യാണ് കേട്ടോ, എല്ലാം പെർഫെക്റ്റ് ആണ്. ഓഫ് ചെയ്തിട്ട് നമുക്കിനി കുറച്ച് ചൂടാറിയതിന് ശേഷം റാപ്പ് ചെയ്യാം. ഈ ഫില്ലിങ് കുറച്ച് ഒന്ന് തണുത്തിട്ടുണ്ട്. ചൂടോടുകൂടി ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പലപ്പോഴും റാപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരാത്തി ഉണ്ടാക്കാറില്ലേ, അതേപോലെ പരാത്തി ഉണ്ടാക്കാം. എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുബൂസിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ റാപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, അതിലാണ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേപോലെ ഉണ്ടാവും. അതിലോട്ട് നമുക്ക് കുറച്ച് ഫില്ല് ചെയ്യാം. പിന്നെ വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്ത എൻ്റെ മകനെ പോലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ മാത്രം ചെയ്താൽ മതി. ഈ സവാളയോ അതേപോലെ ക്യാപ്സിക്കം ഒന്നും ചെയ്യണമെന്നില്ല, ഇടണമെന്നില്ല. ക്യാപ്സിക്കം സവാള ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നോൺ വെജ് മാത്രം കഴിക്കുന്ന കുറേ പേരുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് അതിനുള്ള മാറ്റങ്ങൾ വരുത്തിക്കോളൂ കേട്ടോ. നമുക്ക് 2 സൈഡിൽ നിന്ന് വേണമെങ്കിൽ മടക്കാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഇങ്ങനെ മടക്കുക, ഇവിടുന്ന് മടക്കുക, അതിനുശേഷം ഇങ്ങനെ റാപ്പ് ചെയ്യാം. ചെറുതായിട്ട് നമുക്കിങ്ങനെ. അപ്പോൾ 2 സ്ഥലവും കവേർഡായിരിക്കും. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഗ്രില്ല് ചെയ്തതിന് ശേഷം ഒന്ന് മുറിച്ചെടുത്താൽ മതി. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ മറ്റേത് ഒരു സ്ഥലത്ത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്തോളൂ. അപ്പോൾ ഞാനിത് ഗ്രില്ല് ചെയ്യട്ടെ കേട്ടോ. ഗ്രില്ല് ഒന്ന് ചൂടാക്കാൻ വെക്കുക. നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയുള്ളത് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ. അല്ലെങ്കിൽ സാധാരണ പാത്രത്തിൽ വെച്ച് ഗ്രില്ല് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തിരിച്ചിടുക. ഒരു ഭാഗം ഗ്രില്ലായിട്ടൊന്ന് തിരിച്ചിടുക. ഇതേപോലെ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ. ഇതേപോലെ തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. 2 ഭാഗത്തും ഗ്രില്ലായിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. അതുപോലെ തന്നെ എല്ലാതും ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ 4 എണ്ണം ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഗ്രില്ല് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാം ഉണ്ടാവുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മുറിക്കാം. നമ്മൾ ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തു വിടുമ്പോൾ മുറിച്ച് കൊടുത്തു വിടണമെങ്കിൽ മുറിച്ച് കൊടുത്തു വിടുക, അല്ലെങ്കിൽ മുറിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റാപ്പ് റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതിനുള്ള നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പൈസ് ലെവലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. പച്ചക്കറികളുടെ അളവ് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഈ ഒരു റാപ്പ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നിങ്ങളൊക്കെ വിചാരിക്കും ഇത് കാണുമ്പോൾ എന്താ ഭയങ്കര സംഭവമാണല്ലോ എന്ന്. ബ്രെഡും ജാമും അതിന്റെ മുകളിൽ കൈപ്പയ്ക്ക. ഞാൻ കൈപ്പയ്ക്ക സാലഡ് ഉണ്ടാക്കിണ്ടായിരുന്നു. അതും കൂടിയാണ് എന്റെ ഭർത്താവ് കഴിക്കുന്നത്. ലോകത്ത് എവിടെ കയ്പും മധുരവും എരിവും. ഇതാണ് കവി പാടിയത്. സുഖമെഴും കയ്പും പുളിപ്പും ചവർപ്പും മധുരവും നുകരുവാൻ ഇപ്പോഴും മോഹം. ഓ ഇച്ചിരി പൊടി പോയില്ലേ നന്ദു? ഞെട്ടരുത് കേട്ടോ നന്ദു. കഴിഞ്ഞ ട്യൂഷൻ കയ്പയ്ക്ക. ഒരു കടി ഒരു കടി പ്ലീസ്. കയ്പയ്ക്ക ബിറ്റർനെസ്, ബിറ്റർ, സ്വീറ്റ്, സ്പൈസി, അങ്ങനത്തെ സാധനം. That is like medicine. Bitter, sweet, spicy.